നമുക്ക് ഇത്തരം ആളുകളെയൊന്നും ആവശ്യമില്ല. ഇതുപോലെയുള്ള ടീംസിനെ വിടേണ്ടത് പാകിസ്ഥാനിലേക്കാണ്. നമ്മുടെ ചാനലിൽ കയറി വന്നിട്ട് നമ്മുടെ അഡ്മിന്മാരെ ചീത്ത പറയാനോ? ഓടിച്ചൂട്. പൊയ്ക്കോ, ഒരു മൂലയ്ക്ക് പോയിരുന്ന് കേൾക്ക. ചെല്ല, പാകിസ്ഥാന്റെ എല്ലാം തീർന്നെന്ന് പോയേ. സുബ്ഹാനല്ലാ വിളിച്ച് 2 റക്അത്ത് പോയി നമസ്കരിച്ചിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് പോയി പ്രാർത്ഥിക്കൂ വെച്ചേ. ചെല്ല, നിനക്കൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. രാജ്യസ്നേഹം എന്താണെന്നേ, പെറ്റമ്മയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മുടെ മാതൃരാജ്യത്തെയും സ്നേഹിക്കാൻ സാധിക്കൂ. എല്ലാവർക്കും അതിന് കഴിയില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ഒരുപാട് കീടങ്ങൾ ഇപ്പോഴും പാകിസ്ഥാന് ജയ് വിളിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തിയും കടന്നു ചെന്ന് ഇന്ത്യ നടത്തിയ വെടിക്കെട്ടിന്റെ ആദ്യത്തെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യക്കാരിൽ ആവേശം തന്നെയാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികൾക്ക് അത് ആവേശം തന്നെയാണ്, സംശയമില്ല. ടിവിക്കും മൊബൈലിനും മുന്നിൽ നിലയുറപ്പിച്ച ആളുകൾ ഒരാളുടെ വരവിനായി കാതോർത്തു നിന്നു. ഇറങ്ങിയോ നാവികസേന, കളത്തിൽ ഇറങ്ങിയോ എന്ന ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന ഏതാനും മണിക്കൂറുകൾ ഈ നാടിനുണ്ടായിരുന്നു. അതെ, എല്ലാ കണ്ണുകളും ആ മണിക്കൂറുകളിൽ കൊമ്പൻ സമുദ്രങ്ങളിലേക്ക് ഇറങ്ങിയോ എന്നറിയാൻ ക്ഷമയോടെ കാത്തിരുന്നു. അധികം വൈകിയില്ല. 11:45 ഏകദേശം 12 മണിയോടുകൂടി ചാനലുകൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തു. INS വിക്രാന്ത് ഇറങ്ങിക്കഴിഞ്ഞു. അതിനെയാണല്ലോ ആളുകൾ ക്ഷമയോടുകൂടി നോക്കിയിരുന്നത്. അതെ, കറാച്ചി പോർട്ട് ലക്ഷ്യമിട്ട് സമുദ്രം ഇളക്കി മറിച്ച് വിക്രാന്ത് കുതിച്ചു. നാഷണൽ മീഡിയ മുതൽ യൂട്യൂബ് ചാനലുകൾ വരെ INS വിക്രാന്തിന്റെ വാർത്ത തെരഞ്ഞു പിടിച്ച് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് അറിയാം വിക്രാന്ത് എന്താണ് എന്ന്. ഇതേ സമയം നെഞ്ചിൽ തീയാളിക്കൊണ്ടിരിക്കുകയായിരുന്നു വിക്രാന്ത് എന്ന് കേൾക്കുമ്പോഴേക്കും പാക് സേന. INS വിക്രാന്ത് എന്ന പേര് പോലും പാകിസ്ഥാന് ഭയം ഉളവാക്കുന്നതായിരുന്നു. പിന്നെയല്ലേ ബ്രഹ്മോസ്. 71 കറാച്ചിയെ വിറപ്പിച്ച് സംഹാര താണ്ഡവമാടിയ മോസ്റ്റ് ഡേഞ്ചറസ് വാർ ഷിപ്പാണ് വിക്രാന്ത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തേക്കുമുള്ള പേടി സ്വപ്നം. അന്ന് കിട്ടിയ അടിയുടെ ചൂട് ഇന്നും പാകിസ്ഥാൻ മറന്നിട്ടില്ല, മറക്കാൻ അവർക്ക് കഴിയില്ല. ചില പാകിസ്ഥാൻ മാധ്യമങ്ങളിലും INS വിക്രാന്തി ഇറങ്ങി എന്ന വാർത്ത പരന്നതോടുകൂടി പാകിസ്ഥാന്റെ നാവികസേന ഇന്ത്യയെ എതിരിടാൻ തയ്യാറായി നിന്നു. കറാച്ചി പോർട്ടിൽ നിന്ന് പല യുദ്ധവിമാനങ്ങളും ഒളിപ്പിച്ചു. പാക് സേന കറാച്ചി പോർട്ടിലെ വൈദ്യുതി പോലും പലയിടത്തും വിച്ഛേദിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ചാനലുകളുടെ തലക്കെട്ട് കറാച്ചി പോർട്ടിൽ തീ തുപ്പി നാവികസേന. പാകിസ്ഥാനെ വിറപ്പിച്ച INS വിക്രാന്ത് വീണ്ടും ഊഴമുറപ്പിച്ചു. തുറമുഖത്ത് ഉഴുതുമറിച്ച് ഇന്ത്യൻ കരുത്തൻ എന്നൊക്കെ തലക്കെട്ടുകളും വാർത്തകളും പടർന്നു പിടിച്ചു. ഇപ്പോൾ ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത് INS വിക്രാന്ത് രംഗത്ത് ഇറങ്ങിയപ്പോഴേക്കും പാകിസ്ഥാൻ ഏതാണ്ട് ഒതുങ്ങി എന്നാണ്. 1971 ശേഷം തീ തുപ്പുകയാണിപ്പോൾ കറാച്ചി. അതെ, INS വിക്രാന്തിനു വേണ്ടി. ഈ വാർത്തകളൊക്കെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന നിരവധി മലയാളി കുടുംബങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അവരെയും കൂടി നമ്മൾ ഇതിനകത്ത് ഓർക്കണം. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് നിലവിൽ കറാച്ചി പോർട്ടിൽ നങ്കൂരമിട്ട ചരക്ക് കപ്പലിലുള്ളത്. കറാച്ചി പോർട്ട് ഇന്ത്യ തകർത്തു എന്ന വാർത്ത പരന്നതോടുകൂടി കുടുംബങ്ങൾ ആശങ്കയിലായി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പല കുടുംബങ്ങളും ഇപ്പോഴും ആശങ്കയിലാണ്. ഷിപ്പിൽ ജോലി ചെയ്യുന്ന പലരെയും ഇതുവരെയും ബന്ധപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ഇതിനിടയിലാണ് മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണവും വരുന്നത്. കറാച്ചി ആക്രമണം എന്ന പേരിൽ മലയാള മാധ്യമങ്ങളിൽ വന്ന വീഡിയോ അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വിമാന അപകടത്തിൻ്റെതായിരുന്നു. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഫേക്ക് ന്യൂസ് കൊടുക്കാനും ശ്രദ്ധ നോക്കുന്നുണ്ട്. ട്വിറ്ററിലും അതുപോലെ വിവിധ ഹാൻഡിലുകളിലും ഈ വ്യാജ വാർത്ത പരന്നു പിടിച്ചു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്താണ് ഇന്ത്യ അവസാനമായി കറാച്ചി ആക്രമിക്കുന്നത്. 1999 കാർഗിൽ യുദ്ധകാലത്ത് പോലും കറാച്ചി ആക്രമിക്കാൻ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല. പാകിസ്ഥാനെ തീർക്കാൻ വ്യോമസേന മുഴുവനും വേണ്ട, പിന്നെ എന്തിനാണ് നാവികസേന കൂടി ഇറങ്ങുന്നത്? വിക്രാന്ത് ഇറങ്ങേണ്ടുന്ന ഘട്ടമായിട്ടില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വിക്രാന്ത് ഇറങ്ങിയോ ഇല്ലേ എന്ന് പോലും ഇനിയും വ്യക്തമല്ല. ഇതിൽ രസകരമായിട്ടുള്ള ചില വസ്തുതകളുണ്ട്. INS വിക്രാന്ത് ഇറങ്ങിയെന്ന വാർത്ത പ്രചരിച്ചതോടുകൂടി തയ്യാറെടുപ്പ് നടത്തി നിന്ന
കറാച്ചി പോർട്ടിലെ നാവികസേനയുടെ ഗതികേടാണ് നമ്മൾ കാണുന്നത്. ആ പേരാണ് അവരെ ആശങ്കയിലാക്കുന്നത്. ഒരിക്കൽ നമ്മളെ തകർത്ത് തരിപ്പണമാക്കിയ വിക്രാന്ത് വീണ്ടും ഇറങ്ങുന്നു. അതെ, അതുപോലെ തന്നെ ഇന്ത്യ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്ന വില്ലാളി വീരൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നിറയുന്നത് വിക്രാന്തിന്റെ 71 യുദ്ധകഥകളാണ്. പാകിസ്ഥാനെ വിറപ്പിച്ച പണ്ടത്തെ വിക്രാന്ത് ശത്രുക്കളുടെ ചോര വീഴ്ത്തിയ ചരിത്രത്തെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് മാധ്യമങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള INS വിക്രാന്തിന്റെ പേര് തന്നെയാണ് ഇപ്പോഴത്തെ കപ്പലിന് നൽകിയിട്ടുള്ളത്. 1997 പഴയ വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്തതാണ് ഇപ്പോഴുള്ള പുതിയ വിക്രാന്ത്. 1957 ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ ഒരു HMS ഹെർക്കുലീസ് എന്ന വിമാനവാഹിനിയാണ് 1961 വിക്രാന്ത് എന്ന പേരില് കമ്മീഷൻ ചെയ്തു വെച്ചത്. പിന്നീട് വിക്രാന്ത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചതും ആ വിമാനവാഹിനിയാണ്. പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തത് വിക്രാന്തായിരുന്നു. ഡീകമ്മീഷൻ ചെയ്ത ശേഷം 2012 മുംബൈയിൽ നാവിക മ്യൂസിയമായിട്ട് സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീടാണ് ലേലത്തിൽ വിൽക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഏതാണ്ട് റോയൽ നേവിയുടെ മെജസ്റ്റിക് ക്ലാസ് കാരിയറുകളിൽ ഒന്നായിരുന്നു INS വിക്രാന്ത്. അപ്പോ INS വിക്രാന്ത് എന്ന് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ വിറയ്ക്കാൻ കാരണം ഒരിക്കലുള്ള അനുഭവം അവർക്ക് കൃത്യമായ രൂപത്തിൽ അറിയുന്നത് കൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ 1971 യുദ്ധത്തിൽ INS വിക്രാന്ത് മുക്കിയ പാകിസ്ഥാന്റെ ഒരു PNS ഖാസി കപ്പലുണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ 2024 ഫെബ്രുവരിയിലാണ് വിശാഖപട്ടണത്ത് കണ്ടെടുത്തുന്നത്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ആലോചിക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ ശക്തമായിട്ടുള്ള സൈനിക വിജയത്തിന്റെ പ്രധാന ഘട്ടമായി PNS ഖാസി മുങ്ങിയത്. ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീരത്ത് ഖനനം ചെയ്യാനും അതുപോലെ INS വിക്രാന്ത് നശിപ്പിക്കാനും പാകിസ്ഥാൻ PNS ഖാസിയെ അയച്ചിരുന്നു. കറാച്ചിയിൽ നിന്ന് 4800 കിലോമീറ്റർ അകലെ സഞ്ചരിച്ചിരുന്ന ഖാസിയെ INS രജ്പുത്ത് ട്രാക്ക് ചെയ്തത്. അങ്ങനെ പാക്കിന്റെ കപ്പല് മുങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴും തെണ്ടിപ്പറക്കി ഒരു നാവികസേന കപ്പൽ ഇന്ത്യക്കെതിരെ അയച്ചു. അതിനെയും ഏതാണ്ട് ഇന്ത്യ മുക്കി. അങ്ങനെ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ആളുകളോടുള്ള ബഹുമാനാർത്ഥം ഇന്ത്യൻ നാവികസേന അതിൽ തൊടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നാവികസേന ഈ അവശിഷ്ടങ്ങളെ ധീര ആത്മാക്കളുടെ അന്ത്യ വിശ്രമ സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഇന്ത്യക്ക് എപ്പോഴും അത്തരത്തിലുള്ള സ്മാരകങ്ങൾ ഏറെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സ്മാരകങ്ങൾ എപ്പോഴും സൂക്ഷിക്കാറുമുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സ്മാരകങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ തുവൂർ കിണറൊക്കെ ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തായി മാറിക്കഴിഞ്ഞു. 1921 ആ മലബാർ കലാപത്തിന് ശേഷമുണ്ടായിരുന്ന ആ തുവൂർ കിണറുണ്ടല്ലോ, അതൊന്നും ഇപ്പൊ നമുക്ക് കിട്ടത്തില്ല. അതൊക്കെ ഒരു വ്യക്തി ആ സ്ഥലത്തോടു കൂടി വാങ്ങി. അതിലൊന്നും സ്മാരകങ്ങളില്ല. ഇനി വരുന്ന ഒരു ജനതയ്ക്ക് എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് പഠിക്കാൻ പോലും സാഹചര്യങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലാണെന്ന് നമ്മളുള്ളത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്മാരകങ്ങളൊക്കെ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് INS വിക്രാന്ത് തൽക്കാലം ഇറങ്ങണ്ട എന്ന് പോലും തീരുമാനിക്കാനുള്ള കാരണം.